ഹലോ! അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു ദിവസം എൻ്റെ ഹെയറിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. ചീകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പല്ല അകലമുള്ളൊരു ചീപ്പാണ് എടുക്കുന്നത്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഉടക്കൊക്കെ പെട്ടെന്ന് എടുക്കാനും മുടി പൊട്ടിപ്പോവാതെ നമുക്ക് സേഫായിട്ട് കുറച്ച് മുടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ തലേന്നേ നമ്മൾ ഉടക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കെട്ടി വെച്ചതായതുകൊണ്ട് വലിയ ഉടക്കൊന്നുമില്ല. ഞാൻ നന്നായിട്ട് തന്നെ ഹെയർ ഫുള്ള് ചീകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ആക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മുടി ഇങ്ങനെ ഊരി വരുമല്ലോ, ആ ഒരു മുടിയെല്ലാം കൂടെ കൂട്ടി കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഈ ഒരു ടൈമിൽ എന്താണെന്ന് അറിയത്തില്ല, കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ എനിക്ക് ഹെയർ നന്നായിട്ട് തന്നെ പൊഴിഞ്ഞു വരുന്നുണ്ട്. ഏകദേശം ദേ ഇത്രയും എനിക്കിനി വൈകിട്ടും കിട്ടും. എനിക്ക് എപ്പോഴും പൊഴിയുന്നതിനേക്കാളിലും കൂടുതലാണ് കേട്ടോ ഇപ്പോൾ ഈ കുറച്ച് നാൾ കൊണ്ട് പൊഴിയുന്നത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ചെറിയൊരു മസാജ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹെയർ അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ 2 നേരം ഞാൻ മിക്കവാറും ഞാൻ ഓർക്കുവാണെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനിയാണെങ്കിൽ ഞാൻ ഓയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഹോട്ട് ഓയിലാണ് ചെയ്യുന്നത്. ഹോട്ട് ഓയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണത്. ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അങ്ങനെ ഓയിലിങ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കേട്ടോ എനിക്കിങ്ങനെ നെറ്റി ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട്. അവിടുന്ന് എനിക്ക് കുറേ മുടി ഇങ്ങനെ പോയിട്ടുമുണ്ട്. അപ്പം ചെറിയൊരു എന്ന് വെച്ചാൽ ബേബി ഹെയർ പോലെ എനിക്ക് കിളിക്കുന്നുമുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എൻ്റെ ഹെയർ നമ്മളിങ്ങനെ ബൺ ചെയ്ത് വെക്കുമല്ലോ രാത്രി കിടക്കാൻ നേരത്ത്, അതുകൊണ്ടായിരിക്കാം. എന്നിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഹോട്ട് ഓയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ചൂട് കൊണ്ട് നമുക്ക് ചെറിയ ചൂട് കൊണ്ട് നമ്മുടെ പോൾസൊക്കെ ഓപ്പൺ ആയിട്ട് ഓയിലിനകത്തുള്ള എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ കാച്ചിയ എണ്ണകളാണല്ലോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഓയിലിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് സ്കാൽപ്പിലോട്ട് ഇറങ്ങും. നമുക്ക് ഹെയറിനകത്തേക്കാളിലും കൂടുതലായിട്ട് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഓയിലിനകത്തുള്ള എല്ലാ കാര്യവും ആവശ്യമുള്ളത് നമ്മുടെ സ്കാൽപ്പിലാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആവുന്നതും നമ്മുടെ ഹെയർ നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ബാക്കി കുറച്ച് ഓയിൽ ഞാൻ നമ്മുടെ ഹെയർ എൻഡിലോട്ട് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഹെയറിൻ്റെ എൻഡെന്ന് വെച്ചാൽ ഭയങ്കര ഫ്രിസ്സി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ നോക്കുന്നത് സ്പ്ലിറ്റ് എൻഡ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ അത് നമ്മൾ അപ്പോഴേ കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമ്മൾ ഓരോ 3 മാസം കൂടുമ്പോഴും ഹെയറിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോഴത്തേക്കും നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സും ഒക്കെ ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ ഹെയറിൻ്റെ ലെങ്തിലും ഒക്കെ ബാക്കി വരുന്ന ഓയിൽ തേച്ചിട്ടുണ്ട്. ഒരുപാട് തേച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ സ്കാൽപ്പിലാണ് ഓയിലിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓയിലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുക കേട്ടോ, ഓയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് ഇങ്ങനെ തേയിലപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് ഇങ്ങനെ എന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വെള്ളം മാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഷാമ്പു ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ വാഷ് ഒക്കെ ചെയ്തിട്ട് കാണാം. അങ്ങനെ ഹെയർ വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മുടി നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഹെയറിനകത്ത് കുറച്ചൊരു വേവി പോലെ കിടപ്പുണ്ട്, എന്നാൽ എൻ്റെ മുടി ഒരുപാട് ചുരുണ്ടൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഹെയർ വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ട് ഉടക്കും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ അല്ലാതെ ചീകിയൊന്നും കൊടുത്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഉടക്കും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ എന്നും ചെയ്യാറുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ മസാജിങ്ങും ഹെയർ ഒക്കെ ഇങ്ങനെ കെട്ടി വെക്കുന്നതൊക്കെ എന്നും ചെയ്യാറുണ്ട്. പക്ഷേ ഹെയർ വാഷ് ഞാൻ എന്നും ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ചെയ്ത് കൊടുക്കാറ്. എന്നിട്ട് ഞാനാണെങ്കിൽ മുടി ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് ഉടക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉടക്കം എടുക്കാറ്. അങ്ങനെ ഉടക്കും കാര്യങ്ങളുമൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ ഹെയർ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഹെയർ വാഷും ഒക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ മുടി പൊഴിയാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഹെയർ ഫാൾ ഉണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തത് മാറ്റിയെടുക്കണം. അങ്ങനെ ഹെയറിൻ്റെ എല്ലാ തരത്തിലുള്ള ഇന്നത്തെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ ചീകിയെടുത്ത ശേഷം ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മസാജിങ് അല്ല, നമ്മളാണെങ്കിൽ ഒരു ഇൻവേർഷൻ മെത്തേഡില്ലേ, അത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഒക്കെ കൂടാനും ഇൻവേർഷൻ മെത്തേഡ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാനിങ്ങനെ ഹെയർ വാഷ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇൻവേർഷൻ മെത്തേഡിൽ ഞാൻ ചീകി കൊടുക്കാറുണ്ട്. നമ്മൾ ഓയിലിങ് ചെയ്യുന്ന സമയത്തും ഇൻവേർഷൻ മെത്തേഡിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതൊക്കെ നമുക്ക് ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഹെയർ നേരെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ബൺ ചെയ്ത് കൊടുക്കുമോ, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഹെയർ സ്റ്റൈലാണോ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എൻ്റെ ഹെയറിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചുറ്റി കെട്ടി വെച്ച ശേഷം ഇനി നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ, ഹെയർ വാഷിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മുടെ സ്കാൽപ്പ് നല്ല ഡ്രൈ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ 1-2 ഡ്രോപ്പ് എടുക്കുക, ഫിംഗർ ടിപ്പിലാക്കുക, നന്നായി
നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക സ്കാൽപ്പ്. അപ്പോൾ സ്കാൽപ്പിൻ്റെ ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കേണ്ട, വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.